ഇൻട്രൊഡക്ഷൻ ടു മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന ഡെമോ വീഡിയോ ട്യൂട്ടോറിയൽ പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിലായി PC-യിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട MS ഓഫീസിന്റെ വ്യത്യസ്ത പാക്കേജുകൾ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പരിചയപ്പെട്ടു. 2 ടൂൾസാണ് പരിചയപ്പെട്ടത്. ഒന്ന് മൈക്രോസോഫ്റ്റ് ആക്ടിവേഷൻ സ്ക്രിപ്റ്റ്, മറ്റൊന്ന് KMS ടൂൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇങ്ങനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഓഫീസ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം എന്നാണ്. അഥവാ നമ്മുടെ ഓഫീസ് ലൈസൻസ്ഡ് ആണോ അല്ലെങ്കിൽ ഇപ്പോഴും നോട്ടിഫിക്കേഷൻ പീരീഡിലാണോ ഉള്ളത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ്. അധികം ആമുഖഭാഷണമില്ലാതെ വളരെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇതിനായി ഇനി പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് 1, ഏതെങ്കിലും ഒരു ഓഫീസ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ MS വേർഡ് ഓപ്പൺ ചെയ്യുന്നു. Word app, press right to switch preview 101. സ്റ്റാർട്ട് വിൻഡോ ഓപ്പൺ ചെയ്ത ശേഷം വേർഡ് എന്ന് സെർച്ച് ചെയ്യുന്നു. കിട്ടുന്ന സജഷനിൽ എൻ്റർ ചെയ്യുന്നു. Word. Home grouping, new grouping 1 of 2, templates list 2 of 3, home grouping, new grouping, templates list, blank document alt F H Y2. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഓപ്പൺ ആയി. ഇത് ബാക്ക് സ്റ്റേജ് വ്യൂ ആണ്. എന്താണ് ബാക്ക് സ്റ്റേജ് വ്യൂ, എങ്ങനെ MS ഓഫീസ് ഓപ്പൺ ചെയ്യാം എന്നൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ സംസാരിക്കാം. എനിവേ ഞാൻ ഈ ബാക്ക് സ്റ്റേജ് വ്യൂ സ്കിപ്പ് ചെയ്യാണ്. ഇതിനായി എസ്കേപ്പ് പ്രസ് ചെയ്യുന്നു. Document page 1 section 1 blank. ഇതാണ് MS ഓഫീസ് വേർഡിൻ്റെ വർക്ക് ഏരിയ. ഇതേക്കുറിച്ചൊക്കെ വിശദമായി ഇൻഷാല്ലാ വരുന്ന വീഡിയോകളിൽ സംസാരിക്കുന്നതാണ്. സ്റ്റെപ്പ് 2, ഫയൽ മെനുവിലെ മോർ ഓപ്ഷൻ കിട്ടുന്നതിനായി Alt F00 എന്ന ആക്സസ് കീ കമാൻഡ് പ്രസ് ചെയ്യുക. ഇവിടെയും 00 ആൽഫ ന്യൂമറിക്സ് ആണ് പ്രസ് ചെയ്യേണ്ടത്, നമ്പറല്ല. ഞാനേതായാലും Alt F00 എന്ന കമാൻഡ് പ്രസ് ചെയ്യുന്നു. ഫയൽ മെനുവിലുള്ള മോർ ഓപ്ഷൻസ് ഓപ്പൺ ആവും. പുതിയ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജുകളിൽ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. മുൻപ് Alt FD ഫോർ ഡെൽറ്റ ഈ കമാൻഡ് കൊടുത്താൽ ഡയറക്റ്റ് അക്കൗണ്ട് ഓപ്ഷനിൽ എത്താമായിരുന്നു. ഇപ്പോൾ അത് കഴിയില്ല. Alt F00 എന്ന കമാൻഡ് കൊടുത്ത ശേഷമേ അക്കൗണ്ട് കണ്ടെത്താനാവൂ. ഇതാണ് ഫയൽ മെനുവിലെ മോർ ഓപ്ഷൻ. ഇവിടെ 3 ഐറ്റം ഉണ്ട്. ഫസ്റ്റ് വൺ ക്ലോസ് ഡൗൺ, account alt F D2 of 3, ഡൗൺ, options alt F T3 of 3, അക്കൗണ്ട് ഓപ്ഷൻ ക്ലോസ്. ഇതിൽ നമുക്ക് വേണ്ടത് account alt F D2 of 3, രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള അക്കൗണ്ട് ആണ്. ഇവിടെ എൻ്റർ ചെയ്യുന്നു. document 1 word account grouping ch906@mail.com grouping sign out link alt F D E1 of 2. കറന്റ്ലി സൈൻ ഇൻ ആയിട്ടുള്ള അക്കൗണ്ടിന്റെ പേര് പറയുന്നുണ്ട്. സ്റ്റെപ്പ് 3, ആക്ടിവേഷൻ സ്റ്റാറ്റസ് അറിയുന്നതിനായി ഇവിടെ നിന്ന് ടാപ്പ് കീ പ്രസ് ചെയ്താൽ മതിയാകും. ഓൾറെഡി ഒരു അക്കൗണ്ട് കാണാം. സൈൻ ഔട്ടിനുള്ള ഓപ്ഷൻ ഉണ്ട്. ടാപ്പ് Switch account link switch your account alt F D S2 of 2. സ്വിച്ച് അക്കൗണ്ട്, ടാപ്പ് Account privacy grouping manage settings button alt F D Y11 of 1. ടാപ്പ് Office background grouping office background combo box spring collapsed alt F D B1 of 1. ടാപ്പ് Office theme grouping office theme combo box white collapsed alt F D Y21 of 1. ടാപ്പ് അഗൈൻ. Product activated grouping switch license button alt F D Y31 of 1. യെസ്, പ്രോഡക്റ്റ് ആക്ടിവേറ്റഡ് എന്നാണ് കാണിക്കുന്നത്. സ്വിച്ച് ലൈസൻസ്, ഇതിനർത്ഥം ഓൾറെഡി ഈ പ്രോഡക്റ്റ് ആക്ടിവേറ്റഡ് ആണ്. ഈ പ്രോഡക്റ്റ് ആക്ടിവേറ്റഡ് അല്ല എങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസ് നോട്ട് ആക്ടിവേറ്റഡ്, അറ്റൻഷൻ റിക്വയർഡ് എന്ന് കാണിക്കും. അല്ലെങ്കിൽ ആക്ടിവേഷൻ ഫെയിൽഡ് എന്ന് കാണിക്കും. ഇവിടെ ഏതായാലും പ്രോഡക്റ്റ് ആക്ടിവേറ്റഡ് സ്വിച്ച് ലൈസൻസ് എന്നാണ് കാണുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഓഫീസ് ആക്ടിവേറ്റഡ് ആണോ അല്ലയോ എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഞാനേതായാലും വേർഡ് ക്ലോസ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഇറ്റ്സ് മീ സിയാദ് സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് ലോഡ്സ് ഓഫ് റെസ്പെക്റ്റ്. താങ്ക് യു.